മുഖ്യമായിട്ട് പറഞ്ഞാൽ ഈ ഡിഫൻസ് ബജറ്റ് തന്നെ വളരെ നന്നായിട്ടാണ് അത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിന് ഒരു സുതാര്യത വന്നിട്ടുണ്ട്, ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്. മാത്രമല്ല, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വളരെ കൂട്ടുകയും റവന്യൂ എക്സ്പെൻഡിച്ചർ, അതായത് വെറും ചിലവുകളെല്ലാം വളരെ അധികം കുറയ്ക്കാനുള്ള ഒരു ശ്രമം കൂടി നടന്നിട്ടുണ്ട്. ഈ അഗ്നിവീർ എന്നുള്ളത് ഡിഫൻസ് ബജറ്റിന്റെ ഒരു വലിയൊരു തോതിൽ പെൻഷന് വേണ്ടി ചിലവാക്കിയിരുന്നു. അപ്പൊ ഈ അഗ്നിവീർ സ്കീം കൊണ്ടത് വന്നതോടുകൂടി അതിൽ കുറെ അധികം കുറവ് വരുത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പ്രതിരോധത്തിന്റെ പ്രത്യേകത വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ എന്റെ മുന്നിലുള്ള അവര് എല്ലാവരും പറഞ്ഞ പോലെ ഈ കാശ്മീരിൽ എലക്ഷൻ നടന്നത് തന്നെ ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ്, ഒരു അസിഡിക് ടെസ്റ്റാണ്. അവിടെ വളരെയധികം ശാന്തത കൊണ്ടുവരാനും അവിടെ സാധാരണ ജീവിത നയിക്കാൻ ജനങ്ങൾക്ക് പറ്റുന്നതും അവിടെയുള്ള പുരോഗതി, അവിടെ പല ഡാമുകൾ കെട്ടാനും അങ്ങോട്ട് റോഡുകളും ഈ അടുത്ത് തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഒരു ഇതുണ്ടായിരുന്നു നീക്കം. അപ്പൊ ഇതെല്ലാം നടത്താനുമുള്ള ഒരു പര്യാപ്തത, ഒരു സമാധാനത്തിന്റെ ഒരു പര്യാപ്തത വന്നത് ഈ ഡിഫൻസ് പ്രതിരോധത്തിന്റെ ഒരു ഇതായിട്ടും ആന്തരികമായിട്ടുള്ള ഒരു ശാന്തതയും എല്ലാം കൂടി ഒരു സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയിൽ കൂടിയാണ് നടന്നത്. പിന്നെ പ്രത്യേകിച്ച് പ്രതിരോധത്തിന്റെ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ മാത്രമല്ല, നമ്മൾ സൗത്ത് ഏഷ്യയിലുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മളുടെ തയ്യാറെടുപ്പിൽ, അതായത് ബോർഡർ സ്റ്റേറ്റ്സുകളിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും അവിടെ പട്ടാളം കൂടുതൽ മുന്നോക്കം കാണിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയും മാത്രമല്ല അവർക്ക് സജ്ജമാക്കാനുള്ള ആയുധം എന്നുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ആത്മനിർഭർ സ്കീമിൽ നമ്മളുടെ എയർക്രാഫ്റ്റുകൾ മാത്രമല്ല, കപ്പലുകളും അന്തർവാഹിനികളും തോക്കുകളും റഡാർ ഉപഗ്രഹങ്ങൾ, സൈബർ സ്പേസ്, നമ്മൾ എന്ത് നോക്കിയോ അവിടെയൊക്കെ മൊത്തം തലത്തിലായി ഒരു പുരോഗതി വന്നിട്ടുണ്ട്. സ്വയം നമ്മളൊരു അതിശയോക്തി ഉപയോഗിക്കുകയാണെങ്കിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം ഉണ്ടാക്കാനുള്ള ആത്മനിർഭർ സ്കീമാണ് ഏറ്റവും വലിയ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾക്ക് ബാഹ്യമായിട്ടുള്ള ഒരു രാജ്യത്തിലും നമ്മൾ ആശ്രയിക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ തന്നെ എല്ലാം ഉണ്ടാക്കുന്നു. അത് കാരണം നമ്മളുടെ വില കുറഞ്ഞു കിട്ടുന്നു. എല്ലാ സാധനത്തിനുള്ള വില നമ്മൾ ആന്തരികമായിട്ട് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും ഒരു താണ വിലയിൽ കിട്ടുന്നു. എന്നാൽ നമുക്ക് നമ്മളുടെ റീജിയൻ സ്പെസിഫിക് ആയിട്ടുള്ള വെടിക്കോപ്പുകളും സാമഗ്രികളൊക്കെ എല്ലാം ഉണ്ടാക്കാനുള്ള എല്ലാവിധ ഇതുമുണ്ട്. അപ്പൊ ഇത് ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ, ആത്മനിർഭർ സ്കീം തുടങ്ങിയപ്പോൾ അതിന്റെ ഒരു ഭാഗമാകാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അത് വളരെ വിശാലമായിട്ടാണ് ചെയ്തത്. എല്ലാ കാര്യത്തിലും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യങ്ങളെല്ലാം സമഗ്രഹിച്ചുകൊണ്ട് അതെല്ലാം കൂടി അതിന്റെ ഇൻഡസ്ട്രികളെ, ഏത് പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അവരുടെ കൂടെ നിൽക്കാനും അവരെ സഹായിക്കാനുമായിട്ടുള്ള ചെറുകിട വ്യവസായങ്ങളെല്ലാം കൂടെ എല്ലാം ആർജിച്ചുകൊണ്ടുള്ള ഒരു സജ്ജീകരണം ചെയ്യാനുള്ള നിലപാട് അന്ന് തൊട്ടേ ഒരു പഠിച്ചിട്ടാണ് ഇതുണ്ടായത്. അപ്പോൾ അതിന്റെ എല്ലാ ഫലങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നാവിക് എന്ന് പറയുന്ന ഉപഗ്രഹ സമൂഹം ഒരു 9 നമ്മൾക്കുണ്ട്. അത് സൗത്ത് ഏഷ്യയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾക്ക് കാണാൻ പറ്റും. നമ്മൾക്ക് മുകളിൽ നിന്ന് ഒരു ഇന്റഗ്രേറ്റഡ് കമാൻഡ് സെന്റർ പോലെ ചെയ്യാനുള്ള ഇതൊക്കെ വലിയ നേട്ടങ്ങളാണ്. അതുപോലെ മിസൈൽ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ബ്രഹ്മോസിന്റെ കാര്യക്ഷമത ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂരിൽ കണ്ടതേ ഉള്ളൂ. അത് ചൈനയ്ക്കോ അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്തിനെതിരെയോ ഉപയോഗിക്കാവുന്ന ഒരു മിസൈലാണ്. അത് ആ മിസൈലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കരയിൽ നിന്നോ വായുവിൽ നിന്നോ സമുദ്രത്തിൽ നിന്നോ അതോ സമുദ്രത്തിനടിയിൽ നിന്നോ ഒക്കെ പ്രയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ അകത്ത് തന്നെ ഉള്ള മിസൈലുകൾക്ക് അകത്തുള്ള ആയുധങ്ങൾ തന്നെ പലതരത്തിലുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് അത് ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് വലിയൊരു നേട്ടമാണ്. ആ നേട്ടത്തിന് ഉപരിയായിട്ട് തന്നെ പട്ടാളത്തിനകത്ത് തന്നെ ഈ പുതിയ ടാങ്കുകൾ, പുതിയ പീരങ്കികൾ, ആർട്ടിലറി, പുതിയ സർവൈലൻസ് ഡിവൈസസ്, ഇതിന്റെ എല്ലാം കൂടി ഒരു മിക്സ് ഉണ്ടായിട്ടുണ്ട്. ഇതല്ലാതെ തന്നെ ഈ സ്ട്രാറ്റജിക്കൽ ലെവലിലാണെങ്കിൽ ഈ തിയേറ്ററൈസേഷൻ ഒക്കെ വേണ്ട. ആദ്യമായി ഒരു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന തസ്തിക ഉണ്ടാക്കി 3 സർവീസുകളെയും അതിന്റെ താഴെ കൊണ്ടുവരികയും അതുകൊണ്ട് ഒരു ഏകീകരണം ഉണ്ടാകുമ്പോൾ യുദ്ധം ചെയ്യാനുള്ള സമർത്ഥത എല്ലാം കൂടുകയും ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. അത്
ചെയ്യാനായിട്ട് വളരെയധികം മുന്നോട്ട് നമ്മൾ പോയിട്ടുണ്ട്. അതായത് പിന്നെയുള്ളത് തിയേറ്ററൈസേഷൻ ഒക്കെ ഉണ്ട്. ഓരോ തിയേറ്ററുകൾ ഉണ്ടാക്കാനും ആ തിയേറ്ററുകളിൽ പ്രവർത്തിക്കുന്ന വിഭിന്നങ്ങളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് അതിന്റെ മുഴുവൻ പൊട്ടൻസി, അത് മുഴുവൻ ശക്തിയും പ്രബലീകരിക്കാനുള്ള ഒരു ഇതാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള വളരെയധികം ഉണ്ട്, ഇത് പറഞ്ഞാൽ തീരാൻ പറ്റാത്തതാണ്. അപ്പൊ വളരെയധികം കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. മുമ്പ് IPS ഓഫീസർ സർ പറയുന്നത് പോലെ ആന്തരികമായിട്ടും ഒരു സുരക്ഷിതത്വം വന്നിട്ടുണ്ട്. മാവോയിസ്റ്റിന്റെ റെഡ് കോറിഡറിന്റെ കാര്യം സാർ പ്രതിപാദിക്കുകയുണ്ടായി. ഇതല്ലാതെ തന്നെ വർഗീയ ലഹളകൾ അത് വളരെ കുറഞ്ഞു. നമ്മൾ അതിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കും. മാവോയിസ്റ്റുകളെ പറ്റി സാറ് പ്രതിപാദിക്കാറുണ്ടായി. അതുമാത്രമല്ല, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റില്, അതായത് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവരെ ഇന്ത്യയോട് ചേർത്ത് നിർത്താനായിട്ട് ഒരു ലുക്കിംഗ് നോർത്ത് ഈസ്റ്റ് പോളിസി എന്ന് പറയുന്ന ഒരു പോളിസി കൂടി ഉണ്ടായിട്ടുണ്ട്. ആ പോളിസിയിൽ കൂടി സംസ്ഥാനങ്ങളെ കൂടുതൽ അകത്തേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട്. അവിടെ ഡിഫൻസിന്റെ മാത്രമല്ല, അവിടെ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാനും എല്ലാം. ഇതെല്ലാം വളരെയധികം ശ്ലാഘനീയമായ പ്രവൃത്തികളാണ്, വളരെ ദീർഘ കാഴ്ച കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അവിടെയൊക്കെ പൂർണ്ണമായും നമ്മുടെ ഭരണം നിലനിർത്താനായിട്ട് വളരെയധികം ആയാസപ്പെടേണ്ടിയിരുന്നു. ഇന്ന് അങ്ങനെയുള്ള ഒരു നിലയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.